കല്യാണം കഴിക്കാൻ വേണ്ടി ഗോൾഡ് വേണമെന്ന് നിർബന്ധമില്ല. ഗോൾഡ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കല്യാണം കഴിക്കാം. എന്നാലും അന്നത്തെ ആ ഒരു ദിവസം എന്റെ പാർട്ണർ എങ്ങനെയാണ് ഗ്രൂം ആവേണ്ടതെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. നമുക്കിടയിൽ ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് രണ്ട് വീട്ടുകാരെ അറിയിക്കുന്നതായിരുന്നു നമ്മുടെ ആദ്യത്തെ ടാസ്ക്. രണ്ട് ഫാമിലിയും മക്കളുടെ ഇഷ്ടം അംഗീകരിച്ചു തരുന്നവരായതുകൊണ്ട് കഴിഞ്ഞ ദിവസം നാട്ടില് രണ്ട് ഫാമിലിയും ഒന്നിച്ച് സംസാരിച്ച് നമ്മളുടെ കല്യാണം അങ്ങ് ഉറപ്പിച്ചു. ഇത്രയും കട്ടയ്ക്ക് കൂടെ നിന്ന് എന്നെ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്ത നമ്മുടെ ആൾക്ക് എന്റെ വക ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തേക്കാം. ഒരു ഹാൻഡ് ചെയിൻ ഓക്കെയാണ്. ഗോൾഡ് റേറ്റ് ഇപ്പൊ ഹൈ ആയതുകൊണ്ട് എനിക്ക് ഇപ്പൊ വാങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ ഇത് വാങ്ങാൻ കുറച്ചുകൂടെ ടൈം എടുക്കേണ്ടി വരും. എന്റെ കയ്യിലിട്ടിരിക്കുന്ന അതേ ചെയിന്റെ കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ്. ഇത് ആള് നമ്മുടെ കല്യാണത്തിന് ഇട്ട് വരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമാണ്. ഞാനിത് വാങ്ങിയിട്ട് ഇപ്പൊ എനിക്കിത് നാട്ടിലേക്ക് അയക്കാൻ പറ്റില്ല. സേഫ് ആയിട്ട് വെക്കാനുള്ള സ്ഥലം റൂമിലും ഇല്ല. അതുകൊണ്ട് വെറും 2 മാസത്തേക്ക് ഇത് ഫുൾ പേയ്മെന്റ് ഇന്നടച്ച് ഞാൻ ഇത് ജ്വല്ലറി തന്നെയാണ് സൂക്ഷിക്കുന്നത്. ട്രസ്റ്റബിൾ ആയിട്ടുള്ള ജ്വല്ലറി ആയതുകൊണ്ടും എഗ്രിമെന്റ് ഉള്ളതുകൊണ്ടും എനിക്ക് അത്രയും ടെൻഷൻ ഇല്ല. എല്ലാ ജ്വല്ലറിയിലും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോന്ന് എനിക്കറിയില്ല. നിങ്ങളൊക്കെ ഗോൾഡ് സേവ് ചെയ്യുന്നവരാണ്, റൂമിൽ സേഫ് അല്ല എങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. അങ്ങനെ ഞാനത് വാങ്ങിച്ചു. പിന്നെ ഈ ഒരു പാസരം നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ളതാണ്. വൈകാതെ ഇതെന്റെ കയ്യിലാവും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.